കേരളത്തിലെ ആദ്യത്തെ തുടർഭരണം കാഴ്ചവെച്ച പിണറായി വിജയൻ്റെ ഭരണം കേരളത്തിന് നൽകിയ സവിശേഷ നേട്ടങ്ങൾ വെറുമൊരു നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ വിലയിരുത്തുകയാണ്. കേരളത്തിലെ ജനപ്രിയ നേതാക്കളിലൊരാളായ വി.എസ്. അച്യുതാനന്ദൻ്റെ മറപിടിച്ചാണ് വിജയൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേരുന്നത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം കേന്ദ്രാവിഷ്കൃത പദ്ധതികളും എല്ലാം തൻ്റെ അക്കൗണ്ടിൽ എഴുതി ചേർത്ത് അത് ജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിന് വളരെ വൈദഗ്ധ്യം കാണിച്ചിരുന്നു. ഈ തൻ്റേതല്ലാത്ത പ്രവൃത്തികളെല്ലാം തന്നെ തൻ്റെ അക്കൗണ്ടിൽ ചേർക്കുന്നതിൽ വളരെ വൈദഗ്ധ്യം മെയ്വഴക്കം കാണിച്ച ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഇതിനു മുമ്പ് മറ്റൊരു ഭരണാധികാരിക്കും ഇത് സാധ്യമായിരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. തനിക്ക് സ്വന്തമായി ഇല്ലാത്ത പല കഴിവുകളും തൻ്റേതാണെന്ന് മലയാളികളെ, അതായത് തൻ്റെ അനുയായികളായിരിക്കുന്ന സേവന വ്യവസായ സംരംഭത്തിലെ തൊഴിലാളികളായിരിക്കുന്നവരെ ബോധ്യപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് ഒട്ടും വിഷമിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് പ്രധാനമായ മറ്റൊരു കാര്യം മലയാളിയുടെ ഒരു സാമൂഹ്യ ബോധവും സാമൂഹ്യ സേവനത്തിൻ്റെ പേരിൽ തൻ്റെ ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലേക്ക് അധപ്പതിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അതിലേക്ക് വളർച്ച പ്രാപിച്ചു പോയി എന്ന് വിലയിരുത്തുന്നതായിരിക്കും ശരി. എല്ലാ മേഖലകളിലും ആളുകളുടെ മനോഭാവം അതായി മാറിയിരിക്കുന്നു. ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഭരണാധികാരി നടത്തുന്ന ഭരണ പരിഷ്കാരങ്ങളെ അത് ഒരു പൊതു സാമൂഹ്യ ധാരയിൽ നിന്ന് മാറുകയും പൊതുജനത്തിന് അത് അത്ര ഗുണകരമല്ലാത്ത രീതിയിൽ ഭവിക്കുകയും ചെയ്യുമ്പോൾ അതിനെ തിരുത്തുക എന്ന ലക്ഷ്യമാണ് ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്ന പ്രവർത്തകർ എന്ന് സ്വമേധയാ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർക്കുള്ളത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിലെ ഒരു സാംസ്കാരിക പ്രവർത്തകനും പിണറായി വിജയൻ്റെ ഭരണ വൈഷമ്യങ്ങളെ ഒരിക്കലും തുറന്നു കാണിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറെ ഖേദകരമായിട്ടുള്ള അവസ്ഥ. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും തരത്തിലുള്ള പട്ടും വളയും വാങ്ങുക, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ ഒക്കെ ഉള്ള അവാർഡുകൾ തരപ്പെടുത്തുക, പല പത്രങ്ങളിലും ഭരണത്തോട് അനുഭാവം പുലർത്തുന്ന പല വാർത്താ ചാനലുകളിലും പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ തങ്ങളുടെ സാംസ്കാരിക വിഭവങ്ങളെ പറ്റിയുള്ള ഫീച്ചറുകൾ വരിക തുടങ്ങിയ ആഗ്രഹങ്ങളിൽ മുഴുകിപ്പോയിരിക്കുന്ന ഒരു സാംസ്കാരിക വിഭാഗമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. ഈ എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ 1980-കൾ മുതൽ 90-കൾ വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിൽ ഒരു അനീതി ഉണ്ടായാൽ അതിനെ ചോദ്യം ചെയ്യുന്നതായ കുറേ സാംസ്കാരിക പ്രവർത്തകർ, കവികൾ, കലാകാരന്മാർ, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ക്രമേണ ഭരണകൂടത്തിൻ്റെ ഭാഗമാവുകയും ഭരണാധികാരികളായി മാറുകയും ചെയ്യുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾ സ്വകാര്യമായ താല്പര്യങ്ങൾ മനുഷ്യർക്ക് വരാൻ പാടില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. സ്വകാര്യമായ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സമൂഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വിഭവങ്ങളുടെ വർധനയുണ്ടാക്കാനോ, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ കാണുന്ന എല്ലാ തരമുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ഈ പറയുന്ന മനുഷ്യൻ്റെ സ്വകാര്യ ലാഭ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും ഒക്കെയാണ് അതിന് വഴിതെളിച്ചിട്ടുള്ളത് എന്നതാണ് സത്യം. പക്ഷേ ഒരു സമൂഹത്തിൽ അധാർമികവും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവാത്തതുമായ തരത്തിലുള്ള വ്യാപാരങ്ങളും ഒക്കെ നടക്കുന്നത് ഒരിക്കലും ആശാവഹമല്ല. ഞാൻ ഉദ്ദേശിച്ചത് മയക്കുമരുന്നുകൾ പോലെയുള്ളതും
കൊട്ടേഷൻ സംഘങ്ങൾ മറ്റുള്ള സഹജീവികളെ തല്ലിക്കൊന്നും വെട്ടിക്കൊന്നും കൂട്ടം കൂടി മർദ്ദിച്ചും കൊല ചെയ്യപ്പെടുത്തുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാകുന്നത് ഒട്ടും ഒരു ജനാധിപത്യ സമൂഹത്തിന് ആശാവഹമായ കാര്യമല്ല. അപ്പം അത്തരം കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്നതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതാണ് ഏതൊരു ഭരണാധികാരിയുടെയും പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളിലൊന്ന്. ഈ കർത്തവ്യങ്ങളെ എല്ലാം മറന്നു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവഗണിക്കുന്നതായ ഒരവസ്ഥയാണ് കേരളത്തിൽ തുടർഭരണം കാഴ്ചവെച്ച പിണറായി വിജയൻ്റെ നൽകിയിട്ടുള്ള സംഭാവന എന്ന് കാണാം. നമുക്കറിയാം, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിക്കുന്നതും ജയിൽ മർദ്ദനങ്ങളിലൂടെ ലോക്കപ്പ് കൊലപാതകങ്ങൾ നടക്കുന്നതും പാവപ്പെട്ട ആദിവാസി ആളുകളെ കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഈ സമയത്തെല്ലാം പറയുന്ന വലിയൊരു ആത്മാഭിമാനകരമായിട്ടുള്ള ഒരു മുദ്രാവാക്യമുണ്ടെന്ന്, ഇത് വടക്കേന്ത്യയല്ല, ഇത് കേരളമാണ്, കേരളം നമ്പർ 1 ആണ്. പക്ഷേ ശരിയാണ്, കേരളം നമ്പർ 1 ആയിരിക്കുന്നത് എല്ലാ അധാർമിക പ്രവർത്തനങ്ങളുടെയും നമ്പർ 1 സ്ഥാനത്തേക്ക് കേരളം എത്തിപ്പോയി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയ നവോത്ഥാന കേരളം, നവകേരള യാത്രയിലും എന്താണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ ആയിട്ടുള്ള യുവജന സംഘങ്ങൾ പോലീസിൻ്റെ ക്രമസമാധാന ചുമതല കയ്യിലേന്തി എതിർ ശബ്ദങ്ങൾക്കെതിരെ ആക്രോശിക്കുന്നതും എതിർ ശബ്ദങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതുമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഒരു കാരണവശാലും ഒരു ജനാധിപത്യ സമൂഹത്തിന് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നതാണ് പറയേണ്ടി വരുന്നത്.